നമസ്കാരം. പീപ്പിൾ ടി വിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് ചർച്ചാ പരിപാടിയായ പടക്കളത്തിലേക്ക് സ്വാഗതം. പടക്കളം ഇന്ന് മലപ്പുറം മണ്ഡലത്തിലാണ്. UDFന്റെ ഉറച്ച കോട്ട എന്നവകാശപ്പെടുന്ന മലപ്പുറത്തിൽ അട്ടിമറി വിജയം നേടാനുള്ള ശ്രമങ്ങളിലാണ് LDF. അതേസമയം മണ്ഡലം നിലനിർത്താൻ UDFും ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നതിന് വേണ്ടി NDAയും രംഗത്തുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നത് TP അഷ്റഫ് അലി, യൂത്ത് ലീഗിന്റെ നേതാവ്, അതുപോലെ തന്നെ IT നജീബ്, CPIMന്റെ നേതാവ്, ശ്രീപ്രകാശ്, BJPയുടെ നേതാവ്. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും അതുപോലെ തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ കാര്യങ്ങളും മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെയാണ് ഈ പടക്കളത്തിൽ ചർച്ചയാവുന്നത്. ഇതിൽ ചോദ്യങ്ങൾ ചോദിക്കാനും സജീവമായി ഈ ചർച്ചയിൽ ഇടപെടുന്നതിനും വേണ്ടി മണ്ഡലത്തിലെ വോട്ടർമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യം അഷ്റഫ് അലിയിലേക്ക്. അഷ്റഫ് അലി, UDFന്റെ സിറ്റിംഗ് സീറ്റാണ് മലപ്പുറം മണ്ഡലം. മലപ്പുറത്തിന്റെ രാഷ്ട്രീയം അതുപോലെ തന്നെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ ചുരുക്കി. നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ചർച്ച നടക്കുന്നതിൻ്റെ ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെയായി ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കുകയാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സിറ്റിംഗ് MP PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടതുപക്ഷം അവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ജനങ്ങളെ വിഭജിപ്പിക്കാത്ത, വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഇവിടെ പ്രകടിപ്പിക്കാത്ത, ഈ രാജ്യത്തിൻ്റെ മക്കൾ ഒന്നാണ് എന്ന് കാണാൻ കഴിയുന്ന ഒരു മതേതര ജനാധിപത്യ സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരിക എന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ ജനങ്ങളെ ഒരുപോലെ കാണുന്നതിന് വേണ്ടി അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPAയുടെ നേതൃത്വത്തിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി ഒരു ഭരണകൂടം ഈ രാജ്യത്ത് നിലവിൽ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള അതിശക്തമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് UDF മുന്നോട്ട് വെക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു അനുകൂലമായ കാലാവസ്ഥയാണ് രാജ്യത്താകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് വസ്തുതയാണ്. നമ്മുടെ രാജ്യം കഴിഞ്ഞ 5 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ എന്ത് പ്രോഗ്രസ്സാണ് നമുക്ക് മുൻപാകെ ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു കള്ളനാണ് എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾക്ക് കൃത്യത വരുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. റാഫേൽ അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും കളവ് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചൗക്കീദാർ ചോർ ഹേ എന്ന് പറയുന്ന ആപ്തവാക്യം അനർത്ഥമാക്കുന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ എല്ലാ വിഭവങ്ങളും ഇവിടെ അടിച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇവിടെ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് അദാനിക്കും അംബാനിമാർക്കും വേണ്ടി വീതം വെച്ചു കൊടുത്ത് രാജ്യത്തെ കട്ടുമുടിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെയുള്ള ഒരു ക്യാമ്പയിനായിരുന്നു ചൗക്കീദാർ ചോർഹെ എന്ന് പറയുന്നത്. അതിനോട് ചേർത്ത് വായിച്ചുകൊണ്ട് സുപ്രധാനമായ രേഖകൾ പോലും നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയിൽ വരെ ചർച്ചയായിട്ടുള്ള വിഷയങ്ങളാണ്. അംബാനിമാർക്കും അദാനിമാർക്കും വേണ്ടി തീരെഴുതി കൊടുക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിലൂടെയാണ് നരേന്ദ്രമോദി നടക്കുന്നതെങ്കിൽ ഇവിടെ MLAമാർ വാട്ടർ തീം പാർക്കുകളിലൂടെ അവർ ഇഷ്ടപ്പെട്ട വനസമ്പത്തും മറ്റും അടിച്ചു മാറ്റുന്നതിലൂടെ, അതുപോലെ തന്നെ ബന്ധു നിയമനത്തിലൂടെ എല്ലാം സ്വന്തക്കാർക്ക് നൽകുന്ന ഒരു ഗവൺമെന്റ് നയം ഇവിടെ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെയാണ് കണ്ണൂരിലും അതുപോലെ തന്നെ കാസർഗോഡും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചെറുപ്പക്കാരായ ഷുഐബിന്റെയും ഷുക്കൂറിന്റെയും ശരത്തിന്റെയും കൃപേഷിന്റെയും എല്ലാവരുടെയും ദീനരോധനങ്ങൾ കൊണ്ട് അമ്മ മനസ്സുകൾ, ജനമനസ്സുകൾ വ്രണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിൽ ഈ രീതിയിൽ ഒരു സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരള സർക്കാരുകൾക്കെതിരെയുള്ള ഈ രാജ്യത്തെ ജനങ്ങളുടെ ശക്തമായ വിധിയെഴുത്താവും കേരളത്തിലുണ്ടാവുക. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് 16 സീറ്റെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ ഇവിടെ UDF വിജയിക്കുമെന്ന് പറയുന്നത്. മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മണ്ഡലത്തിന്റെ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെയാണ് മുസ്ലിം ലീഗ് അവതരിപ്പിച്ചിട്ടുള്ളത്. മഹാനായ അഹമ്മദ് സാഹിബിന്റെ പിൻഗാമിയായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നടന്നുപോയ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന് ലഭിച്ച വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഈ മണ്ഡലത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ പ്രശ്നമാണ് ഈ കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ കരിപ്പൂർ എയർപോർട്ടിലേക്ക് അവിടെ പുതിയ ടെർമിനൽ അഹമ്മദ് സാഹിബിന്റെ സമയത്ത് ആരംഭിക്കുകയും അത് പൂർത്തിയാക്കി പുതിയ ടെർമിനൽ ആളുകൾക്ക് സമർപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ഇവിടെ വിദേശ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള
ഏറ്റവും മികച്ച ഇടപെടൽ എയർപോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന രൂപത്തിൽ സിറ്റിംഗ് MP അദ്ദേഹം നിർവഹിക്കുകയും ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഏറെ സാധ്യതയുള്ള ഈ പ്രദേശത്തെ എയർപോർട്ടിനെ ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നു. അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേ ഇവിടെ ഇതാ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ ജില്ലയിലൂടെ കടന്നു പോകുന്ന രാജ്യറാണി എക്സ്പ്രസ് ഒരു സ്വതന്ത്ര ട്രെയിനായി മാറിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ നിരവധിയായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷ ദളിത് ജനവിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പാർലമെന്റിൽ പോരാടി അതിനുവേണ്ടി ജനങ്ങളെ ആകമാനം രാജ്യത്താകമാനം സംഘടിപ്പിച്ച് ഒരു MP എന്ന നിലയിലും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ഒരു ദേശീയ നേതാവ് എന്ന നിലയിലും വളരെയധികം മികവ് തെളിയിച്ചിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ മത്സരിക്കുന്നു. ഈ മണ്ഡലവും അതിന്റെ എല്ലാ അർത്ഥത്തിലും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. മികച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീപ്രകാശ്, BJPക്ക് കേന്ദ്രഭരണം നിലനിർത്തുക അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് പൊതുവിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ. എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? കഴിഞ്ഞ 5 വർഷക്കാലമായി ദേശീയ ജനാധിപത്യ സഖ്യം ഈ രാജ്യം ഭരിച്ചത് സാധാരണക്കാരനും പാവപ്പെട്ടവനും വേണ്ടി 300-ലേറെ ജനോപകാരപ്രദങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ്. ഈ രാജ്യത്ത് 55 വർഷക്കാലത്തെ കോൺഗ്രസ് ഭരണത്തിൻ്റെ കോട്ടങ്ങൾ ഈ രാജ്യം 5 വർഷക്കാലം നരേന്ദ്രമോദിജി ഭരിച്ചപ്പോഴേക്കും ഈ രാജ്യത്ത് 55 വർഷക്കാലം കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റാത്ത നിലയിലുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. നമുക്കറിയാം, ഈ രാജ്യം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടിയിട്ട് ഈ രാജ്യത്ത് ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് BJP മാത്രമല്ല, ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമല്ല. ഈ അടുത്ത ദിവസം കഴിഞ്ഞ മാസം 2019 ജനുവരി മാസം 9-ാം തീയതി മഹാരാഷ്ട്രയിലെ സോളാപൂർ എന്ന സ്ഥലത്ത് ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രീ നരേന്ദ്രമോദി എത്തി. അദ്ദേഹം ആ സ്ഥലത്ത് എത്തിയ സമയത്ത് ആ പദ്ധതി ഉദ്ഘാടന വേദിയിൽ പങ്കെടുത്തിട്ടുള്ള CPIM-ന്റെ മഹാരാഷ്ട്രയിലെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം ആ വേദിയിൽ നരേന്ദ്രമോദിയെയും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയെയും ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനിവിടെ പറയാം. ഇത് BJPയുടെ വാക്കുകളല്ല, CPM-ന്റെ മഹാരാഷ്ട്രയിലെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹം സോളാപൂരിൽ പ്രസംഗിച്ചത് BD തൊഴിലാളികളുടെ ക്ഷേമനിധി പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത്, രാജ്യത്ത് കഴിഞ്ഞ 70 വർഷം നടക്കാത്ത വികസനമാണ് മോഡി നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഇന്ത്യയിലെ ദരിദ്രരായ സ്ത്രീകൾ ഒരിക്കലും നരേന്ദ്രമോദിയെ മറക്കുകയില്ല. അദ്ദേഹം പറഞ്ഞത് BJP സർക്കാർ പാവപ്പെട്ടവർക്ക് നൽകിയ വീടുകൾ ബംഗ്ലാവുകളാണ്. ജനങ്ങൾ നരേന്ദ്രമോദിയോട് കാലാകാലം കടപ്പെട്ടിരിക്കുന്നു എന്ന വാക്ക് ഉദ്ധരിച്ച് അവിടെ സംസാരിച്ചത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, ചില്ലറക്കാരനല്ല. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി ക്ഷേമനിധി ബോർഡിന്റെ BD തൊഴിലാളികളുടെ ക്ഷേമനിധിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, അവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ള തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള ഇദ്ദേഹം അവിടെ പ്രസംഗിച്ചത് 70 വർഷക്കാലം രാജ്യത്ത് നടത്താത്ത വികസനമാണ് നരേന്ദ്രമോദിക്ക് 5 വർഷം കൊണ്ട് നടത്താൻ പറ്റിയത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, അവിടെ BD തൊഴിലാളികൾക്കുള്ള ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദി തന്നെ ഈ പദ്ധതി 2022-ൽ പൂർത്തിയാക്കുമ്പോൾ പ്രധാനമന്ത്രിയായി, രാജ്യത്തെ പ്രധാനമന്ത്രിയായി അദ്ദേഹം തന്നെ ഇത് ജനങ്ങൾക്ക് കൊടുക്കുവാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്, ഇവിടെ BJP എതിർക്കുന്ന പ്രതിപക്ഷത്തു നിന്ന് തന്നെ BJP സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിന്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നു. ഉള്ളിന്റെ ഉള്ളിൽ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് അവർക്ക് അടക്കി വെക്കാൻ പറ്റാത്ത രീതിയിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, പാർലമെന്റിന്റെ അവസാന ദിവസം പാർലമെന്റ് സമ്മേളനം നടന്നപ്പോൾ പ്രതിപക്ഷ നിരയിലിരിക്കുന്ന മുലായം സിംഗ് യാദവ്, UP-യുടെ മുൻ മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ്, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയെ എതിർത്ത് പ്രസംഗിക്കുന്ന, എതിർത്ത് പ്രവർത്തിക്കുന്ന മുലായം സിംഗ് യാദവ് ആഗ്രഹിക്കുന്നത് വീണ്ടും നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി, ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ തന്നെ സമ്മതിക്കുന്നു. ഞാൻ ആ പദ്ധതികളിലേക്ക് ഒന്ന് കണ്ണുപിടിക്കാം. അത് ഒരു 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ 1 ദിവസം കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റാവുന്നതല്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം
പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മുടെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ, മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ, ഇന്ത്യയിലെ മുഴുവൻ നഗരപ്രദേശങ്ങളിലും പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ശ്രീ നജീബ്, LDFന്റെ നിലപാട്. ഇവിടെ എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കൊണ്ടിട്ട് 72 കൊല്ലമായി, 71. ഇതിലൊരു 52 കൊല്ലക്കാലവും കോൺഗ്രസ്സാണ് ഭരിച്ചത്. കോൺഗ്രസ് ഈ രാജ്യത്തെ സാധാരണക്കാർക്കെതിരായി നിലപാടെടുത്തതുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് നീങ്ങിപ്പോയത്. കോൺഗ്രസിൻ്റെ വേരുകൾ രാജ്യത്താകെ അറ്റുപോയിട്ടുണ്ട്. ഇപ്പോൾ അധികാരത്തിൽ വന്ന BJP 5 കൊല്ലം ഭരിച്ചപ്പോൾ ഈ നാടാകെ ഭയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 5 കൊല്ലക്കാലം ജനങ്ങൾക്കെതിരായ നിലപാടാണ് ഈ ഗവൺമെൻറ് എടുത്തത്. ഭരണഘടനയ്ക്കെതിരായി, മതനിരപേക്ഷതയ്ക്കെതിരായി, സാധാരണ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്കെതിരായി കടുത്ത നടപടികളാണ് മോഡി ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീപ്രകാശ് സൂചിപ്പിക്കുകയുണ്ടായി, മോഡി ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച്. യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ. ഈ അടുത്ത കാലത്ത് സാർവദേശീയ അടിസ്ഥാനത്തിൽ നടത്തിയൊരു കണക്കെടുപ്പിൽ ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വത്തിൻ്റെ ഒരു കണക്ക് വന്നു. അതിൽ പറയുന്നത് 119 ആളുകളാണ് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാർ. ആ 119 കോടി ആളുകൾക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം 2200 കോടി രൂപയാണ്. മാത്രമല്ല, ഈ രാജ്യത്തെ 54% ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കേവലം 1% വരുന്ന രാജ്യത്തെ സമ്പന്നരുടെ കയ്യിലാണ്. 74% രാജ്യത്തിൻ്റെ സമ്പത്ത് ഈ രാജ്യത്തെ 10% ആളുകളുടെ കയ്യിലാണ്. ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കുന്നു, 119 ആളുകളിൽ 9 ആളുകളുടെ കൈവശമുള്ള ധനം ഈ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ പകുതി ആളുകളുടെ കൈവശമാണ്. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് തുടങ്ങി വെച്ചതും പിന്നീട് BJP മൂർച്ഛിപ്പിച്ചതുമായ സാമ്പത്തിക നയം ഈ രാജ്യത്തിലെ പാവപ്പെട്ടവനെതിരായിരുന്നു, സമ്പന്നർക്ക് അനുകൂലമായിരുന്നു. വിജയ് മല്യയും നീരജ് മോഡിയും വെലസി നടക്കുകയാണ്. അനിൽ അംബാനിയും മുകേഷ് അംബാനിയും ആകാശത്തെ നക്ഷത്രങ്ങളാണ്. പക്ഷേ ഈ രാജ്യത്തെ കൃഷിക്കാർ, തൊഴിലില്ലാത്തവർ, വീടില്ലാത്തവർ, ഒരു നേരത്തെ ഭക്ഷണത്തിന് കെൽപ്പില്ലാത്തവർ ഈ രാജ്യത്ത് നരകയാതന അനുഭവിക്കുകയാണ്. 71 വയസ്സ് പ്രായമായ ഈ രാജ്യം ഇന്നും രക്ഷപ്പെടാത്തത് ഈ കോൺഗ്രസിൻ്റെയും അതിനേക്കാൾ രൂക്ഷമായി BJPയും അനുവർത്തിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ കൊണ്ടാണ്. പിന്നെ രാജ്യത്തെ ജനങ്ങളുടെ ഒരുമയെ നശിപ്പിക്കുകയാണ്, മതനിരപേക്ഷതയും ഭരണഘടനയും തകർക്കുകയാണ്. എന്നുവെച്ചാൽ ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ പേരിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുകയാണ്. പശുവിനെ കടത്തി എന്നുള്ളതിൻ്റെ പേരിൽ കൊല്ലുക, BJPക്കെതിരായി സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കൊല്ലുക, പുസ്തകം എഴുതിയാൽ കൊല്ലുക. ആ രൂപത്തിൽ ഭയാനകമായ സാഹചര്യം ഈ രാജ്യത്തുണ്ടാക്കുകയാണ്. ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വരുന്നത് ഈ നാടിനെ സ്നേഹിക്കുന്ന ആരും ആഗ്രഹിക്കുന്നില്ല. അവർക്കെതിരായി എന്തെങ്കിലും ശബ്ദിച്ചാൽ അപ്പോൾ രാജ്യരക്ഷയുടെ കാര്യം പറയും. ഇന്ത്യൻ സൈന്യം മൊത്തം BJPയുടെ കുത്തകയാണ് എന്നുള്ള രീതിയിൽ അവകാശപ്പെടും. നോക്കൂ, ഈ രാജ്യത്ത് പാവപ്പെട്ട സൈനികർ ഈ രാജ്യത്തിന് കാവൽ നിൽക്കുന്നു. അവരുടെ ജീവൻ അവർ വിലവെക്കുന്നില്ല. മാത്രവുമല്ല, രാജ്യരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ കബളിപ്പിക്കാൻ അവർ നോക്കണ്ട. അവർ നടത്തുന്ന അഴിമതിയും കൊള്ളരുതായ്മകളിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പിച്ചി ചീന്തി അറിയപ്പെടും, പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെടും, ഈ രാജ്യം കടുത്ത അപകടത്തിലേക്ക് നീങ്ങും. സംസ്ഥാനവും മണ്ഡലവും കൂടി. സംസ്ഥാന ഭരണം എന്ന് പറഞ്ഞാൽ 1000 ദിവസം സംസ്ഥാനത്തെ ഭരണം പിന്നിട്ടു. ജനോപകാരപ്രദമായ കാര്യങ്ങൾ വളരെ വലിയ തോതിൽ ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ, ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, പാർപ്പിട സൗകര്യത്തിൻ്റെ കാര്യത്തിൽ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ, ക്ഷേമ പെൻഷനുകളും സാമൂഹ്യ സുരക്ഷിതത്വ പദ്ധതികളും നടപ്പിലാക്കുന്ന കാര്യത്തിൽ, പൊതുമേഖലാ വ്യവസായശാലകൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, വിമാനത്താവളങ്ങളും ദേശീയപാതയും ഗെയിൽ പദ്ധതികളും ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ത്വരിതപ്പെടുത്താൻ ഈ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മലയാള മനോരമയുടെ ഒരു പത്രാധിപർ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചത്, ഈ ഗവൺമെൻറ് ഇவ்விധത്തിൽ മുന്നോട്ട് പോയാൽ കേരളം പറുദീസയായി മാറും എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അவ்விധത്തിൽ അഴിമതിരഹിതമായ കാര്യക്ഷമമായ ഭരണം ഈ കേരളത്തിൽ നടക്കുകയാണ്. മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു പോയത് എക്കാലവും TK ഹംസ ഒഴിച്ച് ബാക്കി എല്ലാ കാലവും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ്. അതിൽ നമുക്ക് ഇപ്പോഴത്തെ പ്രതിനിധിയെക്കുറിച്ച് മാത്രം പറയാം. ഇപ്പോഴത്തെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ പാർലമെന്റിലേക്ക് പോയി ഒരിക്കലും ഈ മണ്ഡലത്തെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അധികാരവും മന്ത്രിസ്ഥാനവും മാത്രമേ സ്വപ്നത്തിലുള്ളൂ.
അതിനുവേണ്ടി മതസമുദായങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ്. എൻ്റെ ഇടവും വലവും നിൽക്കുന്ന കക്ഷികൾ വാസ്തവത്തിൽ മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുകയാണ്. മതത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അത് വർഗീയതയുടെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും മതനിരപേക്ഷതയെ സംബന്ധിച്ച് സംസാരിക്കാൻ അർഹതയില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മണ്ഡലത്തെ സ്നേഹിക്കണമെങ്കിൽ, ഈ മണ്ഡലത്തിന് ഗുണകരമാകണമെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ്. അംസാക്ക ജയിച്ചതുപോലെ ഒരു നല്ല അനുകൂല കാലാവസ്ഥ ഇവിടെ ഉണ്ട്. ഒരു നല്ല വ്യവസായശാല, ഒരു കേന്ദ്ര പദ്ധതി, ഒരു കേന്ദ്ര വിഹിതം ഒന്നും ഈ മണ്ഡലത്തിൽ അന്യമായി പോകുന്നത്, തൊട്ടടുത്ത മണ്ഡലങ്ങൾക്ക് കിട്ടിയതൊന്നും ഇവിടെ കിട്ടാത്തത് മണ്ഡലത്തെ സ്നേഹിക്കുന്ന MP-മാർ ഇവിടുന്ന് ജയിച്ചു പോകാത്തത് കൊണ്ടാണ്. അത്ര നിരുത്തരവാദികൾക്കെതിരായി വിധിയെഴുതാൻ ഈ ജനങ്ങൾ ഒരുങ്ങിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരുന്നത്. ഞങ്ങൾ ചോദിക്കട്ടെ, എന്താണ് ഈ കഴിഞ്ഞ 1000 ദിവസം കൊണ്ട് കേരളത്തിൽ എടുത്തു പറയാവുന്ന ഒരു ഭരണ മികവ് എന്താണ് നിങ്ങൾക്ക് സാധിക്കുന്നത്? നമുക്കറിയാം, ഒരു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മളില്ല. കാരണം ആര് നേതൃത്വത്തിൽ നിങ്ങളുടെ ഈ ഭരണത്തിൽ ഈ ശബരിമല വിഷയം ഇഷ്യൂ കത്തി നിന്നു എന്നല്ലാതെ ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ജനോപകാരപ്രദമായ എന്ത് പരിപാടിയാണ് നിങ്ങളിപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് UDF ഏൽപ്പിച്ചിരുന്ന കോടിക്കണക്കിന് രൂപ നമ്മുടെ സുരക്ഷാ പെൻഷൻ, ആ പെൻഷൻ അവിടെ തിരിച്ചു വാങ്ങി സർവീസ് ബാങ്കുകളിലൂടെ നിങ്ങൾ അവരുടെ വീടുകളിൽ കൊണ്ടുകൊടുത്തു എന്നല്ലാതെ വേറെ എന്ത് കാര്യമാണ്, ഒരു കരപ്പെട്ട ഒരു കാര്യം എന്താണ് നിങ്ങൾ ഈ യുവസമൂഹത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സ്റ്റേറ്റിലെ ആളുകൾക്ക് വേണ്ടി ചെയ്തതെന്ന് പറയാം? LDF-ന്റെ ഭരണ നേട്ടങ്ങൾ 1000 ദിനം കൊണ്ട് നേടിയത് സർക്കാർ ഒരു ലഘുലേഖയാക്കി തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഇത് കേരളത്തിലെ എല്ലാ വീടുകളിലും ലഭ്യമാകുന്നതാണ്. ഈ ആഴ്ചയിൽ ഈ 16-17 തീയതികൾക്കുള്ളിൽ ഇതെല്ലാ വീടുകളിലും എത്തിച്ചേരും. ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 4 കാര്യങ്ങൾ വിട്ടുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇവിടെ 1,00,000-ലധികം ആളുകൾക്ക് ഭൂമിക്ക് പട്ടയം കൊടുത്തു. മാത്രമല്ല പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സ്റ്റൈപ്പൻഡും ലംസം ഗ്രാൻറ്റും വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേക വകുപ്പ് തന്നെ ഈ ഗവൺമെൻറ് ഉണ്ടാക്കി. സർവ്വമേഖലയിലുമുള്ള വളർച്ചയുടെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ 123 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കുഞ്ഞാലിക്കുട്ടി വ്യവസായം ഭരിക്കുമ്പോൾ. ഇപ്പം അത് 160 കോടി രൂപ ലാഭത്തിലേക്ക് പൊതുമേഖലാ വ്യവസായങ്ങൾ മുന്നോട്ട് വന്നു. ക്ഷേമ പെൻഷനുകളെ നിങ്ങൾ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി വിട്ടുപോകുമ്പോൾ ക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നു. ഇപ്പം ഈ ഗവൺമെൻറ് വന്നപ്പോൾ അത് 1200 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ആ 1200 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്ന് മാത്രം ഇരട്ടിയാക്കി. ഇപ്പം ഈ വരുന്ന മാർച്ച് മാസത്തിൽ 5 മാസക്കാലത്തേത് ഒരുമിച്ച് വർദ്ധിപ്പിച്ചതടക്കം 5600 രൂപ 51 ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ പറ്റുന്ന ആളുകളുടെ കൈകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ സംബന്ധിച്ച് 1 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സഹായം ലഭ്യമാവുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ എന്താക്കി മാറ്റി? കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. മുമ്പത്തെ മാതിരിയല്ല. 3 ഡോക്ടർമാർ അവിടെ ഉണ്ടാവും, 4 നേഴ്സുമാരുണ്ടാവും, ലാബ് ടെക്നീഷ്യൻ ഉണ്ടാവും, ഫാർമസിസ്റ്റ് ഉണ്ടാവും, രാവിലെയും വൈകുന്നേരവും OP ഉണ്ടാവും. ആ രൂപത്തിൽ അത് ചിട്ടപ്പെടുത്തി. ജില്ലാ ആശുപത്രികളിലും എന്തിന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഹൃദയ ശസ്ത്രക്രിയക്ക് ഉതകുന്ന വിധത്തിൽ കാത്ത് ലാബ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ 8ാം ക്ലാസ് മുതൽ +2 വരെയാണ് ഹൈടെക് ആക്കിയതെങ്കിൽ ഇനി 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഹൈടെക് ആക്കാനുള്ള തീരുമാനം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ വിതരണം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഭവനരഹിതരില്ലാത്തൊരു കേരളത്തിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ 53,000 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 73,000 വീടുകൾ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇതോ ലൈഫ് പദ്ധതി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പറയട്ടെ അതിലിടയ്ക്ക് ഇടപെടരുത്. ഞാൻ പറയട്ടെ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് പറഞ്ഞപ്പോ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ പറഞ്ഞോ. ഞാൻ പറയുമ്പോ എന്നെ അനുവദിക്കണം. വസ്തുതാ വിരുദ്ധമല്ല. 1000 രൂപയാക്കി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടില്ല. പച്ചക്കള്ളം പറയരുത്. 600 രൂപ, അത് 600 രൂപ. ഞാൻ പറയട്ടെ, ഇത് പച്ചക്കള്ളം പറയരുത്. നിങ്ങൾ പറ, നിങ്ങൾ പരിശോധിക്കും. ആ ഉത്തരം കേട്ടാൽ ഉമ്മൻചാണ്ടി ആദ്യം ചിരിക്കും. അല്ല, ഈ ഗവൺമെന്റിന്റെ ആദ്യത്തെ പിന്നെ 1100 ആക്കിയത്, ഈ ബജറ്റാണ് 1200 ആക്കിയത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോ ഈ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ നിയമന നിരോധനത്തിന് പകരം എല്ലാവർക്കും നിരോധനത്തിന് പകരം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 1.5 ലക്ഷം പേർക്ക് നിയമനം നൽകി. അതിൽ തന്നെ PSC വഴി 94,000 ആളുകൾക്ക്
PSC വഴി നിയമനം നൽകി. 1,56,000 ആളുകൾക്ക് നിയമനം നൽകി. മാത്രവുമല്ല, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം IT പാർക്കുകളിൽ 1000 ദിനം കൊണ്ട് സൃഷ്ടിച്ചത് 1,16,00,000 ചതുരശ്ര അടി സ്ഥലം IT പാർക്കുകൾക്ക് വേണ്ടി ഉണ്ടാക്കി. ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥാനാർത്ഥി ഇപ്പൊ LDF വന്നിട്ടില്ല. പിന്നെ NDA കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, അവർ തന്നെ ഇപ്പോൾ ഒരു നിലപാടിൽ എത്തിയിട്ടില്ല. അതുപോലെ UDFന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള സ്ഥാനാർത്ഥികളായിരിക്കും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷം പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ചോദ്യത്തിലൂടെ തന്നെ വ്യക്തമായതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ വളരെയധികം സൽപ്പേരുള്ള, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുള്ള, പൊതുപ്രവർത്തന രംഗത്ത് പാരമ്പര്യമുള്ള ആളുകളെ തന്നെയായിരിക്കും സ്ഥാനാർത്ഥികളായി വരിക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ സൂചിപ്പിച്ചതുപോലെ P. ജയരാജനെ CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ജനപ്രതിനിധി എന്ന സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി മാത്രമായി വടകരയിൽ മത്സരിപ്പിച്ചിരിക്കുകയാണ്. അത് ലഭിക്കുമോ എന്നുള്ളത് കേരളത്തിലെ പൊതുജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, വടകരയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അതിശക്തമായ ഭൂരിപക്ഷത്തിന് തോൽപ്പിക്കുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, ഒരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു PV അൻവർ എന്ന് പറയുന്നത് CPM-ന് പൊന്നാനിയിൽ സ്ഥാനാർത്ഥികളില്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് KT ജലീൽ നേരത്തെ ഇവിടെ ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞ് നടന്നിരുന്ന KT ജലീൽ മത്സരിക്കാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ നേരത്തെ IT നജീബ് പറഞ്ഞു 1.5 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളത്. തൊഴിൽ കൊടുത്തത് ആർക്കാണ്? ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മകന്റെ മകന്, പിന്നെ ശ്രീമതി ടീച്ചറുടെ മകന്, EP ജയരാജന്റെ കുടുംബക്കാർക്ക്, ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും വേണ്ടി കോലിയക്കോട് കൃഷ്ണനായരുടെ മകന്, AK ബാലന്റെ മക്കൾക്ക്, കുടുംബക്കാർക്ക്, ഇങ്ങനെ ബന്ധുക്കൾക്ക് കൊടുത്ത ഒരു 15 ജോലികളല്ലാതെ 1.5 ലക്ഷം എന്ന് പറയുന്നത് 0 കൂടിപ്പോയതാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. ഈ രൂപത്തിലല്ലാത്ത ഒരു ജോലിയും കൊടുത്തായി കാണില്ല. മാത്രമല്ല PSCയെ നോക്കി കുത്തിയാക്കിയിരിക്കുകയാണ്. CAS എന്ന് പറയുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കേരളത്തിന് അനിവാര്യമായ ഒരു സിവിൽ സർവീസ് ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ലാഗ് ചെയ്ത് സംവരണത്തിന്റെ കാര്യങ്ങൾ അട്ടിമറിച്ച് ബഹുജന പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അത് മാറ്റി അവിടെ PSCയെ പോലെ നോക്കുകുത്തിയാക്കി നിയമനം ഇതുവരെ നടത്താത്ത ആളുകളാണ് ഇവരുള്ളത്. ആരോഗ്യ മേഖലയിലും പല മേഖലയിലും പല ഹോസ്പിറ്റലുകളിലും ഇവിടെ ആളുകൾ മരിക്കാനിടയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഡോക്ടർമാരില്ലാത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിലുള്ള ഒരു നയവും നിലപാടുമായി പോകുന്ന ആളുകൾ, ആ രീതിയിലുള്ള ആളുകൾക്ക് ഇവിടെ സംരക്ഷണം നൽകുന്ന ഗവൺമെന്റ്. അത് ഞാൻ പറഞ്ഞു വന്നത്, LDFന്റെ KT ജലീൽ മത്സരിക്കാൻ സന്നദ്ധമായി വന്ന ആളാണ്, മത്സരിക്കാൻ വന്നില്ല. കാരണം എന്താണ്? ജനങ്ങൾക്കിടയിൽ റിമാർക്കാണ്. V. അബ്ദുറഹ്മാൻ മത്സരിക്കാൻ വന്നില്ല. കാരണം എന്താണ്? പൊന്നാനി ജയിക്കുകയില്ല, അടുത്ത തവണ താനൂരും തോൽക്കുക, അതുകൊണ്ട് എന്നെ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. നിയാസ് പുളിക്കലകത്ത്, PT കുഞ്ഞു മുഹമ്മദ്, ഫസൽ ഗഫൂർ, ആരെയൊക്കെയാണ് ഇവർ പരിഗണിച്ചത്? കഴിഞ്ഞ തവണ മലപ്പുറത്ത് മത്സരിച്ച MB ഫൈസലിന് പോലും സീറ്റ് കൊടുത്തില്ല. A. വിജയരാഘവൻ ഇവിടെ മത്സരിച്ച് കോഴിക്കോട് മത്സരിച്ച ആളാണ്, മലപ്പുറത്തുകാരനാണ്, സീറ്റില്ല. P. ജ്യോതി ബസിനെ പോലുള്ള ആളുകൾ സീറ്റില്ല. IT നജീബ് പോലും വളരെ ചെറുപ്പത്തിൽ മത്സരിച്ച ആളാണ്, അദ്ദേഹത്തെ പരിഗണിച്ചില്ല. പിന്നെ പരിഗണിച്ചതാരാണ്? PV അൻവറിനെയാണ്. PV അൻവറിന് എന്ത് ക്വാളിറ്റിയാണുള്ളത്? PV അൻവറിന്റെ ഏക ക്വാളിറ്റി എന്ന് പറയുന്നത് ഗുണ്ട മാഫിയ രാഷ്ട്രീയം, പണം, അത് A. വിജയരാഘവനിലൂടെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് കൃത്യമായി എത്തി എന്നുള്ള ഒറ്റ കാരണത്താൽ ഇവിടെ PV അൻവർ, ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, PV അൻവറിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഇവർ ആളുകൾക്കിടയിൽ ഒട്ടും തന്നെ ഇവർക്ക് ആളുകൾക്കിടയിൽ കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം. രംഗത്തിറക്കിക്കൊണ്ട് മുഖരക്ഷിക്കാൻ അത് ജനങ്ങൾ ഒരിക്കലും തന്നെ സമ്മതിക്കില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ നേരത്തെ തന്നെ നല്ല ജനകീയ അംഗീകാരമുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിയതിലുള്ള മനപ്രയാസം കൊണ്ടാണ് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ P. ജയരാജൻ കൊലപാതകിയാണ് എന്ന് പറയുകയാണ്. P. ജയരാജൻ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയാണ്. ഒരു തിരുവോണ നാളിൽ അദ്ദേഹത്തെ RSSകാർ വീട്ടിൽ കയറി ക്രൂരമായി വെട്ടി കൊന്നു എന്ന് ഉറപ്പുവരുത്തിപ്പോയത്. ഞാൻ പറയട്ടെ ശ്രീപ്രകാശ്, ഇപ്പൊ അദ്ദേഹത്തിന്റെ വലത് കൈ അറ്റുതൂങ്ങിയത് തുന്നിക്കൂട്ടിയതാണ്. അക്രമ രാഷ്ട്രീയത്തിന്റെ രക്തസാക്ഷിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, അക്രമകാരിയല്ല. അക്രമകാരിയാക്കാൻ വേണ്ടി നിങ്ങൾ പല കള്ളക്കേസിലും കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് ജനകീയ കോടതി എന്ത് വിധി എഴുതും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
പിന്നെ ഇവിടെ പറഞ്ഞത് അൻവറാണ്. ഇത് മണ്ഡലം മലപ്പുറത്തെ സംബന്ധിച്ചല്ല ചർച്ച, അൻവറിലേക്കാണ് പിന്നെ പോണത്. അൻവറിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഗുണ്ടാ മാഫിയ തലവനാണ്. അദ്ദേഹത്തിൻ്റെ പണം പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ചെല്ലാണ്. പല ആളുകളെയും പരീക്ഷിച്ചിട്ടും പിന്നെ ഒടുവിൽ കിട്ടി. ഇതൊക്കെ എവിടുന്ന് കിട്ടി ഇദ്ദേഹത്തിന് ഈ വർത്താനം? അൻവർ എന്ന് പറയുന്നത് നിലമ്പൂരിലെ ജനങ്ങൾ ആര്യാടൻ കുത്തകയാക്കി വെച്ച, പതിറ്റാണ്ടുകൾ കുത്തകയാക്കി വെച്ച മണ്ഡലം മറിച്ചിട്ട് അവിടെ MLA ആയി ജനകീയ അംഗീകാരം നേടിയ ആളാണ്. ആ അംഗീകാരം നേടിയ ആളെ CPM-ൽ എത്ര കാലം പ്രവർത്തിച്ചിട്ടുണ്ട്? ഞങ്ങൾ കൊടി കെട്ടിയിട്ടുണ്ട്, എത്ര പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്? ഞാൻ പറയട്ടെ എന്താണ് ഞങ്ങളെ സംബന്ധിച്ച് എന്താണ് CPM മുന്നോട്ട് പറയട്ടെ. ഇങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ കയറി പറഞ്ഞാൽ എങ്ങനെയാ? 16 സ്ഥാനാർത്ഥികളെ വെച്ചതിൽ 2 പേർ സ്വതന്ത്രരാണ്, വീണ ജോർജും അൻവറും. അവർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളല്ല. 16 സ്ഥാനാർത്ഥികളിൽ ആര് മത്സരിക്കണമെന്നുള്ളത് മണ്ഡലം കമ്മിറ്റിയും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും ചർച്ച ചെയ്ത് തീരുമാനിച്ച് ജനകീയാകാര്യത്തിന് വേണ്ടി വിട്ടതാണ്. അതിൽ MLA-മാരുണ്ടാകാം, നിലവിലെ MP-മാരുണ്ടാവാം, ജില്ലാ സെക്രട്ടറിമാരുണ്ടാകാം, വനിതകൾ ഉണ്ടാവാം. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മാന്യമായ പട്ടികയാണ്. ഇവിടെ അൻവറിനെ സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അൻവർ അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് മുസ്ലിം ലീഗിന്റെ മുട്ടുപറപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയും വിധം കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വന്നതിലുള്ള ഭയം കൊണ്ടാണ് ഇല്ലാത്ത അടിസ്ഥാന ആരോപണങ്ങൾ നിങ്ങൾ ഈ വിധത്തിൽ ഉന്നയിക്കുന്നത്. കോടതി ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തെ ഏത് ക്രിമിനൽ കേസിൽ ശിക്ഷിച്ചു? പറയട്ടെ. ക്രിമിനൽ കേസിൽ ശിക്ഷിച്ച 2 കൊല്ലം ശിക്ഷിച്ച സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല. 2 കൊല്ലം സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല. സ്ഥാനാർത്ഥിയാവുമ്പോൾ ആ സ്ഥാനാർത്ഥി പട്ടിക സ്ക്രൂട്ടണിയിൽ സ്വീകരിക്കപ്പെട്ടാൽ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനാണ് എന്ന് വരും. നിങ്ങൾ ആരോപിക്കുന്നത് അടിസ്ഥാനരഹിതമാണ് എന്ന് വരും. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവിടെ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും തിളക്കമാർന്ന സ്ഥാനാർത്ഥികളുടെ നിലപാട് UDF-ന്റെയും NDA-യുടെയും പരാജയം ഉറപ്പാക്കും എന്നുള്ള ഭയത്തിൽ നിന്നാണ് നിങ്ങളുടെ ഈ ഒച്ചയും വിളിയും വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ അഹമ്മദ് ഉൾപ്പെടെ ഈ മണ്ഡലത്തെ അവഗണിച്ചതിന്റെ ഏറ്റവും നിഷ്ഠൂരമായ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആ വിഷയത്തിലേക്ക് വരാൻ തയ്യാറുണ്ടോ? മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ മരിച്ചുപോയി സാഹിബിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാലിക്കുട്ടിയാണ് മത്സരിക്കുന്നത്. ഇവിടെ ഇവരല്ലാതെ യുവാക്കൾക്ക് എന്താണ് നിങ്ങൾ അവസരം നൽകാത്തത്? ഇപ്പോൾ ഇവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് SFI-ന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് സാനു. എന്തുകൊണ്ടാണ് നിങ്ങൾ യുവാക്കൾക്ക് അവസരം കൊടുക്കാത്തത്? ഇവരെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് എന്ന സംഭവം ഉണ്ടാവില്ലേ? അതിനൊരു മറുപടി തരണം. അതിനെക്കുറിച്ച് നിങ്ങളൊരു വേവലാതിയും വേണ്ട. മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് സുബ്രായന്റെ കാലഘട്ടം മുതൽ CPM-ന്റെ ഏറ്റവും വലിയ നേതാവായി ഇവിടെ നിന്നിരുന്നുള്ള ആളുടെ കാലഘട്ടം മുതൽ നിങ്ങൾ പറയുന്ന ആ ഒരു പല്ലവി അത് വളരെ ശക്തമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷത്തിലധികം വോട്ട് നേടി ഇവിടെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വോട്ടിന് വിജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ്. അത് ലീഗ് ഉണ്ടോ ഇല്ലോ എന്നതിനൊക്കെ തെളിവാണ്. പിന്നെ IT നജീബ് 25-ാമത്തെ വയസ്സിൽ മത്സരിച്ചിട്ടുണ്ട്. അതിനുശേഷം MB ഫൈസൽ മത്സരിച്ചിട്ടുണ്ട്, VP സാനു മത്സരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത SFI-ന്റെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കും അടുത്ത സ്ഥാനാർത്ഥി ലീഗിനെതിരെ. ഏതെങ്കിലും ഒരു സീറ്റിൽ, ജയിക്കുന്ന സീറ്റിൽ എന്തുകൊണ്ട് നിങ്ങൾ മത്സരിപ്പിക്കുന്നില്ല? M സ്വരാജ് ഇവിടെയുള്ള ആളല്ലേ, മലപ്പുറം ജില്ലയിലുള്ള M സ്വരാജിന് എന്തുകൊണ്ടാണ് നിങ്ങൾ മലപ്പുറം ജില്ലയിൽ മത്സരിപ്പിക്കാത്തത്? DYFI-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് PM മുഹമ്മദ് റിയാസിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ കോഴിക്കോട് മത്സരിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ യുവാക്കളെ തടയുന്നത്? അദ്ദേഹം ചോദിച്ചത് അഷ്റഫ് അലിക്കും ഫിറോസും സീറ്റിലോ? ഞങ്ങളുടെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളും സ്ഥാനാർത്ഥി നിർണയങ്ങളും 100% അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അതിൽ തർക്കമില്ല. ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങൾ നേർച്ചക്കോഴികളെ പോലെ 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും പരാജയപ്പെടുന്നിടത്തേക്ക് യുവാക്കളെ പറഞ്ഞയക്കുന്നത് യുവാവായ ഞങ്ങൾക്കൊക്കെ അതിശക്തമായ അമർച്ച CPM-നോടുണ്ട് എന്നുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ നിങ്ങളുടെ ഈ അഷ്റഫ് അലിയുടെയും ഫിറോസിന്റെയും സ്ഥാനാർത്ഥത്തെ കുറിച്ച് പറയാനുണ്ടോ എന്തെങ്കിലും? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ട് ഞങ്ങൾ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് മത്സരിക്കില്ല. പാർട്ടി പണിയെടുക്കാൻ വേണ്ടി പറഞ്ഞ പാർട്ടി പണിയെടുക്കും. അതുകൊണ്ട് ഒരു സംശയം വേണ്ട. ലീഗിന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള നിങ്ങളുടെ വേവലാതിയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് സന്തോഷമുണ്ട്. ഞങ്ങളിലെ യുവാ പ്രാതിനിധ്യത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നതിൽ ഞങ്ങൾക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. പക്ഷേ ഇങ്ങനെ ഞങ്ങൾക്ക് പറയാനുള്ള കാരണം നിങ്ങൾ ഇങ്ങനെ ഈ സ്വരാജിനെയും ഈ റിയാസിനെയും അതുപോലെ തന്നെ ഈ പ്രിയപ്പെട്ട നജീബ് ഖാനെയൊന്നും ഇങ്ങനെ നിങ്ങൾ കുരുതി കൊടുക്കരുത്. അതിനെതിരെ പ്രതികരിക്കാൻ ഞാൻ സൂചിപ്പിക്കുന്നത്, പെട്ടെന്ന് ഇവിടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ KPM മജീദ് രാജ്യസഭാ അംഗമാകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിനല്ല തുലാസിൽ തൂക്കം കിട്ടിയത് PV വഹാബിനാണ് നിലമ്പൂരിലെ 2 തവണ. ശരിയാണ്, നിങ്ങൾ നോക്കണം. BJP ബേജാറാവണം. ഞാൻ പറയാം,
അതുപോലെ തന്നെ ഈ ലീഗിനെ പറയുമ്പോ എന്തിനാ BJP അങ്ങനെയാണെന്ന് ശരിയാണ്. എന്താ BJP ഞാൻ നജീബിനെ സപ്പോർട്ട് ചെയ്യാണ്. ചെയ്യണ്ട എന്നെ പറയാൻ വഹാബിനെയും വഹാബിനെയും അങ്ങനെ പറയല്ലേ അൻവറിനെയും പിറകെ പോകുന്ന മുന്നണികളാണ് ഇടതുപക്ഷം വലതുപക്ഷം എന്നാ പറയണേ. സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. മനസ്സിലായില്ലേ? പിണറായി വിജയൻ മോഡിയെ ലീഗിനെ പറ്റി പറഞ്ഞപ്പോ BJPക്ക് പൊള്ളാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ആദ്യം എന്നെ പറയാൻ അനുവദിക്കുന്നു. ഞാൻ പറയാം, നിങ്ങളുടെ പാവപ്പെട്ടവരുടെ സ്നേഹം ഞാൻ പറയാം. പാവപ്പെട്ടവരുടെ സ്നേഹം ഞാൻ പറയാം. ഇവിടെ പറയട്ടെ, മുമ്പ് പറയല്ലേ നീ പറഞ്ഞു. ഇവിടെ ലീഗിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു സ്ഥാനം കിട്ടിയാൽ പിന്നെ മരണം വരെ ആ സ്ഥാനം വിട്ടുകൊടുക്കുന്ന ഏർപ്പാട് ലീഗിലില്ല. ഞാൻ വളരെ വിനയത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ. അഹമ്മദ് സാഹിബ് മത്സരിക്കരുത് എന്ന് ലീഗിന്റെ അണികൾ പറഞ്ഞൊരു ഘട്ടത്തിൽ പോലും സ്ഥാനം വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എന്ന് വെച്ചാൽ സ്ഥാനത്തേക്ക് വന്നാൽ യുവാക്കൾക്ക് വൈക്കോൽ വണ്ടി പോലെ ബ്ലോക്കാക്കി നിൽക്കലാണ് ലീഗിന്റെ നേതാക്കന്മാർ. ഇവിടെ വിദ്യാർത്ഥികൾക്കും യൂത്ത് ലീഗിന്റെ ആളുകൾക്കും ഒക്കെ കണ്ടു നിൽക്കാം. സ്ഥാനം കിട്ടിയവർ ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു ഏർപ്പാടില്ല. 3, 4, 5, 6, 8 കൊല്ലം അങ്ങനെ നേരെ മറിച്ച് ജനങ്ങൾ ജയിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് അതുകൊണ്ടെന്താ കാര്യം? മറ്റാളുകൾക്ക് അവസരം കൊടുക്കണ്ടേ? 50 വർഷം മത്സരിച്ചോട്ടെ, അതിലെന്താ കുഴപ്പം? അതുകൊണ്ട് കുഴപ്പമുണ്ട്. പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നുണ്ടോ? ഇടതുപക്ഷം പുതുരക്തങ്ങൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാർ നോക്കൂ, ഞങ്ങളുടെ നേതാക്കന്മാർ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ എത്ര ചെറുപ്പക്കാരുണ്ട്? പിന്നെ എന്തിനാണ് വേവലാതി? ഈ സ്ഥാനാർത്ഥി പത്രികയിൽ എത്ര ചെറുപ്പക്കാരുണ്ട് ഈ പട്ടികയിൽ? നിങ്ങൾ നോക്ക്. ചോദ്യം ശ്രീ പ്രകാശനോടാണ്. മോഡി അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് 1 വർഷത്തിൽ 1 കോടി തൊഴിൽ നൽകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ 5 വർഷത്തിൽ 10 കോടി തൊഴിൽ നിങ്ങൾ നൽകിയോ? 2 കോടി. അങ്ങനെയാണെങ്കിൽ 5 വർഷത്തിൽ 20 കോടി തൊഴിൽ നിങ്ങൾ എവിടെയാണ് നൽകിയത്? വർഷത്തിൽ 2 കോടി. അങ്ങനെയാണെങ്കിൽ 5 വർഷത്തിൽ 10 കോടി. 5 വർഷത്തിൽ 10 കോടി. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ആ തൊഴിൽ നൽകിയത്? മാത്രമല്ല, നോട്ട് നിരോധനം വന്നപ്പോൾ ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഇന്ത്യയിൽ എവിടെയാണ്, ഏത് യുവാക്കൾക്കാണ് നിങ്ങൾ തൊഴിൽ അവസരം നൽകിയിട്ടുള്ളത്? രണ്ട് കാര്യം പറയാം. ഇത് രണ്ടിനും ഉത്തരം പറയാം, കേൾക്കണം. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് രാജ്യത്ത് തൊഴിൽ മേഖലയിൽ യുവാക്കൾക്ക് തൊഴിലില്ലാത്ത വലിയ ഗുരുതരമായ പ്രശ്നം ഉണ്ടായിരുന്നു. തൊഴിൽ നൽകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സർക്കാർ മേഖലയിൽ തന്നെ തൊഴിൽ നൽകുവാൻ ഒരു രാജ്യത്തെ സർക്കാരിന് കഴിയുകയില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തെ യുവാക്കൾക്ക് സ്വന്തമായി തൊഴിൽ കണ്ടുപിടിച്ച് സ്വന്തമായി വ്യവസായങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തുടങ്ങുന്നതിന് വേണ്ടി യുവാക്കൾക്ക് 10 ലക്ഷം രൂപ വരെ ഒരു ഈടുമില്ലാതെ മുദ്രാ ലോൺ കൊടുത്തത് വഴി നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് 1 കോടിയിലധികം ജനങ്ങൾക്ക് സ്വന്തമായിട്ട് കച്ചവട സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞു. ഒരു വീടുമില്ലാതെ. നോട്ട് നിരോധനം വഴി തൊഴിൽ നഷ്ടപ്പെട്ട യുവാക്കളുടെ പറയാം. അതാ ഞാൻ പറഞ്ഞ സംസാരിക്കാനുള്ള അവസരം ഞാൻ പറയാം. ഇത് ലീഗിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും പൊള്ളുന്ന കാര്യമാണ്. ഈ രാജ്യത്തെ യുവാക്കൾക്ക് മുദ്രാ ലോൺ സമ്പ്രദായം ഞാൻ പറയട്ടെ. നമ്മുടെ സംസ്ഥാനത്ത് 16,000 കോടിയിലധികം രൂപ കേരളത്തിൽ മുദ്രാ ലോൺ വഴി ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത് കഴിഞ്ഞു. കണക്കുകളാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തെ തൊഴിലില്ലാത്ത ആളുകൾക്ക് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി നടപ്പാക്കാൻ ഞാൻ പറയട്ടെ, നൈപുണ്യ കേന്ദ്രങ്ങൾ തുടങ്ങി ആളുകൾക്ക് തൊഴിൽ പദ്ധതി പരിശീലിക്കുന്ന വണ്ടൂരിലടക്കം ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. നൈപുണ്യ പദ്ധതി ഈ രാജ്യത്ത് തൊഴിലടിസ്ഥാനമായി ആളുകൾക്ക് ജോലി കിട്ടാൻ വേണ്ടി, ജോലി ലഭിക്കാൻ വേണ്ടി പറയാൻ നരേന്ദ്രമോദി സർക്കാർ നൈപുണ്യ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനുള്ള, ആളുകളെ ക്രിയാശേഷി വർദ്ധിപ്പിക്കാനുള്ള അവസരം ഈ രാജ്യത്തുണ്ടാക്കി. നോട്ട് നിരോധനം, സുഹൃത്തെ, നോട്ട് നിരോധനം കൊണ്ടാണ് സാധാരണക്കാരന്, പാവപ്പെട്ടവൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ ഒരു വീട് വെക്കാൻ വേണ്ടി ഒരു 10 സെന്റ് സ്ഥലം വാങ്ങാൻ സാധാരണക്കാരന് കഴിഞ്ഞത്.
ഈ കള്ളപ്പണക്കാരെ ഈ രാജ്യത്തെ കള്ളപ്പണക്കാരെ പിടിച്ചു കെട്ടിയത് കൊണ്ടാണ്. ഈ രാജ്യത്തെ കള്ളപ്പണക്കാരായിട്ടുള്ള ആളുകളെ, ഈ രാജ്യത്തെ കുഴൽപ്പണക്കാരെ, ഈ രാജ്യത്ത് അഴിമതി കാണിക്കുന്ന രാഷ്ട്രീയക്കാരെ ഒക്കെ തന്നെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഈ നോട്ടിന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ഇവിടെ നികുതി കൊടുക്കുന്ന ആളുകൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും എത്ര കോടി വന്നു? എണ്ണത്തിൽ 3 ഇരട്ടിയാണ് വർദ്ധിച്ചത്. ജോലി അതിലേക്ക് പറയാം. ജോലി അല്ല, ജോലി കൊടുത്തില്ല നിങ്ങൾ. അതാ ഞാൻ തിരിച്ചു വന്ന കള്ളപ്പണത്തിന്റെ എണ്ണം പറയാൻ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം യുവാക്കൾക്ക് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് അവരെ സ്വയം വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുവാനുള്ള അവസരം കൊടുത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ടല്ലേ ഞാൻ പറയട്ടെ ഈ കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ തലത്തിൽ നടന്നിട്ടുള്ള ഒരു സർവേയിൽ 62% ആളുകളും ഇന്ത്യയിലെ വീണ്ടും അധികാരത്തിൽ വരാൻ പോകേണ്ടത് പ്രധാനമന്ത്രിയാണ് എന്നാണ് പറയുന്നത്. കേരളത്തിലടക്കം 35% യുവാക്കൾ നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും സപ്പോർട്ട് ചെയ്യുന്നു. തൊഴിൽ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൊഴിലവസരങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ജനങ്ങളെ അംഗീകരിക്കില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ ചോദ്യം, അതായത് ഈ അടുത്ത് സംസ്ഥാന സർക്കാർ ഒരു ഗസറ്റ് പാസ്സാക്കുകയുണ്ടായി. അതായത് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ശരീഅത്ത് പ്രകാരം ജീവിക്കണമെങ്കിൽ അവർ 50 രൂപയുടെ മുദ്രപേപ്പറിൽ 100 രൂപ താലൂക്ക് ഓഫീസിൽ അടക്കണമെന്ന്. അത് എന്തടിസ്ഥാനത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു ഗസറ്റ് പാസ്സാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറത്? ഇത് ഒരു മുസ്ലിം വിരുദ്ധമായ നിലപാടല്ല. സത്യവാങ്മൂലം ഇതൊരു മുസ്ലിം വിരുദ്ധമായ നിലപാടല്ല നിങ്ങൾ സ്വീകരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനക്കകത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു ഗസറ്റ് അല്ലെങ്കിൽ സത്യവാങ്മൂലം നൽകേണ്ട ആവശ്യമുണ്ടോ? ആ രീതിയിലുള്ള എല്ലാ മുസ്ലിങ്ങളോടും സത്യവാങ്മൂലം സമർപ്പിക്കുന്ന രീതിയിൽ ഒരു ഗസറ്റും വന്നിട്ടില്ല. ഞാൻ പറയുന്ന ആദ്യം കേൾക്കൂ. മറ്റു മതങ്ങളിൽ നിന്ന് മതം മാറി വന്ന ചിലരുണ്ടാവും. അവരെ സംബന്ധിച്ച് സ്വത്ത് വീതത്തിന്റെ കാര്യത്തിലും മറ്റ് ആനുകൂല്യത്തിന്റെ കാര്യത്തിലും മുസ്ലിമായി ജനിക്കാത്ത ഒരു കാരണത്താൽ മുസ്ലിമിന്റെ ആനുകൂല്യം കിട്ടാത്ത വിഷയം വരും. അപ്പോൾ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പരിധിയിൽ വരാൻ വേണ്ടി അങ്ങനെ മാറി വന്ന ആളുകൾ ആ മുസ്ലിമാണെന്ന് തെളിയിക്കാൻ അവർക്ക് വേണ്ടി മാത്രം സത്യവാങ്മൂലം സമർപ്പിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അതിനെ പിടിച്ച് എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമായ സത്യവാങ്മൂലമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് കള്ളപ്രചരണമാണ്. അത് അടിസ്ഥാനരഹിതമാണ്. അല്ല, ഗസറ്റിൽ അങ്ങനെയല്ല. ഇങ്ങനെ തന്നെയാണ്. മറ്റൊന്നില്ല. അത് ഓരോ വിഷയം. അതെ, പറഞ്ഞുതരാം. അല്ല, പറഞ്ഞുതരാം. ഇതാണ് അതിന്റെ വിഷയം. ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ട് ഇവിടെ ഇല്ലാത്തൊരു ചർച്ച് ബില്ലിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഇളക്കിവിടാൻ കുറെ നോക്കി. പക്ഷേ ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ മതമേലധ്യക്ഷന്മാർക്ക് ആ കാര്യം മനസ്സിലായി. അവർ അതിനോട് ഗവൺമെന്റ് കൂടെ യഥാർത്ഥം സത്യം മനസ്സിലാക്കി നിന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചില MLA-മാർ ചില പത്രത്തിലൊക്കെ ലേഖനം എഴുതി ഒന്ന് കുത്തിയിളക്കാൻ വേണ്ടി നോക്കി. പക്ഷേ വിവേകശാലികളായ മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഇളകിയില്ല. കാരണം അവർക്ക് ഗവൺമെന്റിൽ വിശ്വാസമുണ്ട്. വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി മതപരമായി ഭിന്നിപ്പുണ്ടാക്കാനും മതവിശ്വാസികളെ കബളിപ്പിക്കാനും പലപ്പോഴും ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള കുതന്ത്രമാണ്. അങ്ങനെ ഒരു മതവിഭാഗത്തിനുമെതിരായി ഒരു നിലപാടും ഈ ഗവൺമെന്റ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദു മതവിഭാഗത്തിനെതിരെ ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നടപടി സ്വീകരിച്ച സർക്കാരാണ്. ഭക്തന്മാരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച സർക്കാരാണ്. പറയുന്നത് ഒരു മത നിങ്ങൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭക്തന്മാരെ ഉപദ്രവിച്ച സർക്കാരാണ്. പറയേണ്ടതുണ്ട്. ആ ഓർഡറിൽ ഇവിടെ മുസ്ലിങ്ങൾ എന്ന് മുഴുവനായിട്ടാണ് പറയുന്നത്. അത് ഇല്ല എന്ന് പറയുന്നത് കളവാണ്. ഓർഡറിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓർഡറിന്റെ കോപ്പി മാത്രമല്ല, KT ജലീൽ എന്ന് പറയുന്ന ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അതിൽ തെറ്റുപറ്റി എന്നും അത് തിരുത്താമെന്നും പറഞ്ഞ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത വാർത്തയുണ്ട്. പറയട്ടെ, താങ്കളൊന്ന് ക്ഷമ കാണിക്കൂ. KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇവിടെ എടുത്ത് സെർച്ച് ചെയ്താൽ അതിൽ തെറ്റുപറ്റിയെന്ന് അദ്ദേഹം സമ്മതിച്ച അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോഴുമുണ്ട്. പറയേണ്ട കാര്യമുണ്ട്. ഒരു മിനിറ്റ്, പറയേണ്ട കാര്യമുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ വിശദീകരിക്കാം. എന്തുകൊണ്ടെന്നാൽ കോടതി പറഞ്ഞു പുതിയ റൂൾസ് തയ്യാറാക്കണമെന്ന്.
ആ റൂൾസ് തയ്യാറാക്കുന്ന കാര്യം വന്നപ്പോൾ ഈ ഗവൺമെന്റ് അവിടെ ഈ പറഞ്ഞതുപോലെ മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം കൊടുത്താൽ മാത്രമേ അത് പാടുള്ളൂ എന്ന രൂപത്തിൽ തെറ്റായ രീതിയിൽ റൂൾസ് ഉണ്ടാക്കി. അതിനെതിരെയാണ് ഇവിടെ മുസ്ലിം സംഘടന. പടക്കളത്തിന്റെ ചർച്ച അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി 3 നേതാക്കന്മാർക്കും വളരെ ചുരുക്കിക്കൊണ്ട് എന്തിനാണ് ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത്, എന്താണ് നിങ്ങൾ അവർക്ക് മുന്നിൽ വെക്കുന്ന വാഗ്ദാനങ്ങൾ വളരെ ചുരുക്കി വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറയണം. ശ്രീപ്രകാശ്, ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഈ രാജ്യത്ത് അഴിമതിയില്ലാത്തൊരു ഭരണകൂടം ഈ രാജ്യത്ത് വരേണ്ടതുണ്ട്. ഈ രാജ്യത്ത് സാധാരണക്കാരനും പാവപ്പെട്ടവനും പള്ളപ്പെട്ടവനും ക്ഷേമം കിട്ടുന്ന പാവപ്പെട്ടവനും സാധാരണക്കാരനും ക്ഷേമ പദ്ധതികൾ ലഭിക്കേണ്ട ഒരു അവസരമാണ്. ആ അവസരം 2022 കൂടി വീടില്ലാത്ത ആളുകൾ ഈ രാജ്യത്തുണ്ടാവുകയില്ല. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിക്കും, എല്ലാ കുടിവെള്ളം എത്തിക്കാവുന്ന വലിയ ഒരു പദ്ധതിയുമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭരണ തുടർച്ച ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സാധാരണക്കാരന് ലഭിക്കണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണം. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെങ്കിൽ, ഈ രാജ്യത്ത് ശത്രുരാജ്യങ്ങളിൽ നിന്നുമുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണമെങ്കിലും നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിന്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ രാജ്യം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനദ്രോഹമായ നടപടികൾക്കെതിരെയുള്ള ഒരു ജനവികാരമായി ഈ തെരഞ്ഞെടുപ്പ് മാറേണ്ടതുണ്ട്. ശബരിമല പോലെയുള്ള വിഷയങ്ങളിൽ എടുത്തിട്ടുള്ള ജനദ്രോഹപരമായ നിലപാടുകൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ വിധിയെഴുത്ത് എന്ന് മനസ്സിലാക്കുന്നു. ഈ രാജ്യത്ത് നരേന്ദ്രമോദി തന്നെ വീണ്ടും ബഹുഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ്. ഈ രാജ്യത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കാട്ടുകള്ളനായ പ്രധാനമന്ത്രിയെ തൂത്തെറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന് ഇന്ത്യ രാജ്യത്തിന്റെ സൗന്ദര്യവും അതിന്റെ സംസ്കാരവും അതിന്റെ വൈവിധ്യവും നിലനിർത്തുന്നത് അനിവാര്യമാണ് എന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇവിടെ UP അധികാരത്തിൽ വരണം, കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ഭരണം അധികാരത്തിൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ 1000 ദിനം, 20 കൊലപാതകം, അതിൽ 16 CPM പ്രതികളായിട്ടുള്ള ഒരു കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിന്റെ സമാധാനപരമായ ജീവിതം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പിണറായി വിജയൻ എന്ന് പറയുന്ന ലാവ്ലിനിലും അതുപോലെ തന്നെ കൊലപാതക രാഷ്ട്രീയത്തിലും എല്ലാത്തിലും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ജനങ്ങളുടെ മുന്നിൽ കുറ്റവാളിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ തൂത്തെറിഞ്ഞ് സമാധാനപരമായ ശാശ്വതസുന്ദരമായ ഒരു കേരളവും സൃഷ്ടിക്കുന്നതിന് വേണ്ടി UDF വോട്ട് ചെയ്ത് കേരളത്തിൽ നിന്നും 20 MP-മാരും UDF അനുകൂലമാകുന്ന രൂപത്തിൽ ഇവിടെ വിജയിച്ചു വരേണ്ടത് അനിവാര്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഈ രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അത്യാവശ്യമായതിനാൽ ജനങ്ങൾ അത് ഞങ്ങളെ പിന്തുണക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്ക്. എന്നെ സംബന്ധിച്ച് ഇവിടെ ശബരിമല വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അതിലുൾപ്പെടെ കോടതി വിധി നടപ്പിലാക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. ഒരു വിശ്വാസികൾക്കും ഈ ഗവൺമെന്റ് എതിരല്ല, മറിച്ച് അതിലെ ആളുകളെ ഇളക്കി വിടാൻ വേണ്ടി BJP ശ്രമിച്ചെങ്കിലും അതിന് കൊടിയെടുക്കാതെ ആളെ പങ്കെടുപ്പിച്ച കോൺഗ്രസും പച്ചക്കൊടി കൊണ്ട് ആശീർവദിച്ച ലീഗും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതൊന്നും കേരളത്തിൽ ചെലവായിട്ടില്ല. ഇവിടെ ഒരു വിഷയം, കേരളത്തിലെ ജനങ്ങളുടെ വികാരം പ്രതിഫലിച്ചു ഈ തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പുകളിലാകെ. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഇവിടെ നമുക്ക് മുമ്പിലുള്ള ലക്ഷ്യം ഈ BJP ഗവൺമെന്റ് ഇനിയും അധികാരത്തിൽ വന്നുകൂടാ. ഒരു കാരണവശാലും BJP അധികാരത്തിൽ വരാത്ത വിധം ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരണം. തീർച്ചയായും ആ ഗവൺമെന്റിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടും സീറ്റും വർദ്ധിക്കണം. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം നല്ല രീതിയിൽ മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ ഭരണം സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ മികച്ച ജനോപകാരപ്രദമായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ രാഷ്ട്രീയത്തിനാവണം ഇന്ത്യയിൽ മേൽക്കൈ കിട്ടേണ്ടത്. അതിനനുകൂലമായി ചിന്തിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കും എന്ന് തീർച്ചയായും നമുക്ക് വിശ്വസിക്കാം. അതിനുവേണ്ടി രംഗത്തിറങ്ങാം. മലപ്പുറത്തെ പടക്കളം പൂർത്തിയാകുന്നു. നാളെ മറ്റൊരു മണ്ഡലത്തിൽ കാണാം. നന്ദി, നമസ്കാരം.